വി ഡി പോലുള്ളൊരു വിഷണറി ലീഡറെ കേരളം ഇന്ന് ആഗ്രഹിക്കുകയാണ്. വെറും MLA-മാരുടെ കണക്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ ജനവികാരം കൂടി കണക്കിലാക്കണമെന്ന് ഇന്നലെ തന്നെ ഘടകകക്ഷികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജനവികാരം തീർച്ചയായും മാനിക്കണം. കാരണം ജനങ്ങളാണ് MLA-മാരെ വോട്ട് ചെയ്ത് അയച്ചിട്ടുള്ളത്. സതീശൻ സാർ അല്ലാതെ മറ്റൊരു വ്യക്തി ആ ഒരു പൊസിഷനിലേക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ കണ്ടതാണ് 10 വർഷത്തെ LDF-ന്റെ കോട്ട പൊളിച്ചിട്ടാണ് ഇത്തവണ UDF മുന്നണി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. MSF എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ജനങ്ങളെ വികാരമായി കണക്കാക്കുക. അതാണ് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്. ജനങ്ങളെ വികാരമായി കണക്കാക്കുക. MSF എന്നുള്ള ഒരു വെറും മുസ്ലിം ലീഗിൻ്റെ ഇതിലേക്ക് ഒതുക്കാതെ ജനങ്ങളെ വികാരമായി കണക്കാക്കുക, ജെൻസിൻ്റെ വികാരമായി കണക്കാക്കുക. കാരണം വി ഡി പോലുള്ളൊരു വിഷണറി ലീഡറെ കേരളം ഇന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ കൂടി നിന്ന ജനങ്ങൾ. കേരളത്തിനപ്പുറത്തേക്ക് ഡൽഹിയിൽ വരുമ്പം വരെ വി ഡി സതീഷിന് വേണ്ടി ഇത്രയും ആൾക്കാർ പ്രസിഡന്റ് വന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പ്രതിഷേധം, അതായത് ഈ ചർച്ചകളിൽ നിങ്ങൾക്കുള്ള പ്രതിഷേധം കൂടിയാണ്. ചർച്ചകൾ നമുക്കുള്ള പ്രതിഷേധം തന്നെ. കാരണം എന്താ വെച്ചാൽ വെറും MLA-മാരുടെ കണക്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ ജനവികാരം കൂടി കണക്കിലാക്കണമെന്ന് ഇന്നലെ തന്നെ ഘടകകക്ഷികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജനവികാരം തീർച്ചയായും മാനിക്കണം. കാരണം ജനങ്ങളാണ് MLA-മാരെ വോട്ട് ചെയ്ത് അയച്ചിട്ടുള്ളത്. MLA-മാരെ വോട്ട് ചെയ്യുമ്പോൾ RC ഉണ്ട്, KC ഉണ്ട്. എന്തുകൊണ്ട് വി ഡി കേരളത്തിൽ ഇത്രയും വിഷണറിയായ വേറൊരു ലീഡർ ഇപ്പം ഇല്ല. കാരണം ജെൻസിയും അതുപോലെ ബാക്കിയുള്ള ആൾക്കാരും വി ഡിക്ക് വേണ്ടി ഇപ്പം തന്നെ തെരുവുകളിൽ മുറവിളി കൂട്ടി തുടങ്ങി. കാരണം വി ഡിയെ പോലൊരു നേതാവ് വന്ന കേരളത്തിൻ്റെ ഗതി തന്നെ നമുക്ക് മാറ്റാൻ പറ്റും എല്ലാ രീതിക്കും. വനിതാ പ്രവർത്തകരടക്കമുണ്ട്, ഹരിത പ്രവർത്തകരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി വി ഡി അനുകൂലിക്കുന്നതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക്, CM എന്ന പൊസിഷനിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മറ്റൊരു വ്യക്തി ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. സതീശൻ സാർ അല്ലാതെ മറ്റൊരു വ്യക്തി ആ ഒരു പൊസിഷനിലേക്ക് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ കണ്ടതാണ് 10 വർഷത്തെ LDF-ന്റെ കോട്ട പൊളിച്ചിട്ടാണ് ഇത്തവണ UDF മുന്നണി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അഭിവാദ്യങ്ങൾ 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 വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ അനന്തപുരിയിലെ നേതാവേ അനന്തപുരിയിലെ നേതാവേ വി ഡി സതീശ നേതാവേ വി ഡി സതീശ നേതാവേ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ